സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ വഴിമുട്ടി കോൺഗ്രസ് നേതൃത്വം. മത്സരിക്കുമെന്ന വാശിയിൽ എംപിമാരും അനുവദിക്കില്ലെന്ന നിലപാടിൽ സംസ്ഥാന നേതാക്കളും. എംപിമാർ മത്സരിച്ചാൽ മാറി നിൽക്കുമെന്ന് വി.ഡി. സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഭീഷണി. കെ സുധാകരന് ഹൈക്കമാൻഡിന്റെ രൂക്ഷ വിമർശനം. ഡൽഹിയിൽ നടന്ന കോൺഗ്രസിന്റെ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ച എവിടെയും എത്താതെ പിരിഞ്ഞു. നിയമസഭയിലേക്ക് തങ്ങൾക്ക് മത്സരിക്കണമെന്ന വാദത്തിൽ ചില സിറ്റിംഗ് എംപിമാർ ഉറച്ചു നിൽക്കുന്നതാണ് പ്രതിസന്ധിക്ക് അടിസ്ഥാന കാരണം. കെ.സി. വേണുഗോപാലിനെയും കെ സുധാകരനെയും പോലെയുള്ള നേതാക്കൾ മത്സര രംഗത്തെത്തിയാൽ അത് തങ്ങളുടെ അധികാരമോഹങ്ങൾക്ക് വിനയാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും കടുത്ത നിലപാടുകൾ കൈക്കൊണ്ടിരിക്കുന്നത്. സിറ്റിംഗ് എംപിമാർ മത്സരിച്ചാൽ മത്സര രംഗത്ത് നിന്ന് തങ്ങൾ മാറി നിൽക്കുമെന്നാണ് അവരുടെ ഭീഷണി. ഡൽഹിയിൽ നടന്ന ഒന്നാംഘട്ട ചർച്ചകൾ ഐക്യത്തിലെത്താത്ത സാഹചര്യത്തിൽ സമവായത്തിനായി അധികം വൈകാതെ രണ്ടാംഘട്ട ചർച്ചകൾ നടക്കാനുള്ള നീക്കത്തിലാണ് ഹൈക്കമാൻഡ്. താനിത്തവണ കണ്ണൂരിൽ നിന്നും മത്സരിക്കുമെന്ന കെ സുധാകരന്റെ അവകാശവാദത്തെ ദേശീയ നേതൃത്വം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. 3 MLA-മാരെ മാറ്റി നിർത്തി മറ്റെല്ലാ MLA-മാരെയും മത്സരിപ്പിക്കണമെന്നും എംപിമാർ മത്സര രംഗത്തു നിന്നും മാറി നിൽക്കണമെന്നുമാണ് ഹൈക്കമാൻഡിന്റെ പ്രാഥമിക തീരുമാനം. ലൈംഗിക പീഡനാരോപിതനായ പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലും തൃപ്പുണിത്തുറയിലെ കെ ബാബുവും പെരുമ്പാവൂരിലെ എൽദോസ് കുന്നപ്പള്ളി എന്നീ സിറ്റിംഗ് MLA-മാരെയാണ് മത്സര രംഗത്തു നിന്നും ഹൈക്കമാൻഡ് മാറ്റി നിർത്തിയിരിക്കുന്നത്. മുതിർന്ന നേതാവ് കെ സുധാകരനെ പോലെയുള്ളവർ മാതൃകാപരമായി മാറി നിൽക്കണമെന്ന വികാരമാണ് സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രിയെ പോലെയുള്ള നേതാക്കൾ പങ്കുവച്ചത്. അതേസമയം പ്രമുഖരായ നേതാക്കളെ മാറ്റി നിർത്തി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയാൽ സഹകരിക്കില്ലെന്ന വിധത്തിലുള്ള ഭീഷണികൾ കണ്ണൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. എന്തുതന്നെയായാലും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന കടുംപിടുത്തത്തിലാണ് ചില എംപിമാർ. കെ സുധാകരൻ, M.K. രാഘവൻ, അടൂർ പ്രകാശ്, ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരാണ് നേതൃത്വ നിർദ്ദേശങ്ങളെ അവഗണിച്ച് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. UDF അധികാരത്തിലെത്തുകയും തങ്ങൾ ജയിക്കുകയും ചെയ്താൽ മന്ത്രിമാരാകാമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. ഇത് വെട്ടാനുള്ള നീക്കമാണ് വി.ഡി. സതീശനും ചെന്നിത്തലയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫുമെല്ലാം നടത്തിവരുന്നത്. ഈ അടിയൊഴുക്കുകൾ തിരിച്ചറിഞ്ഞാണ് എംപിമാരായ ഷാഫി പറമ്പിലും കെ.സി. വേണുഗോപാലും തന്ത്രപൂർവ്വം കരുക്കൾ നീക്കുന്നത്. അണികളെ കൊണ്ട് തങ്ങൾക്ക് വേണ്ടി ആവശ്യമുയർത്തുകയാണ് ഇരുവരും ചെയ്യുന്നത്. എംപിമാരെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഒരു വിധത്തിലും മത്സരിപ്പിക്കേണ്ടതില്ല എന്ന കടും പിടുത്തത്തിലാണ് വി.ഡി. സതീശനും മറ്റ് നേതാക്കളും. അതേസമയം ആലപ്പുഴയിൽ തനിക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ നേതൃത്വത്തിനെതിരെ പലതും പുറത്തു പറയുമെന്ന് ഭീഷണിയുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് A.A. ഷുക്കൂർ രംഗത്തെത്തിയിട്ടുണ്ട്. നിലവിലുള്ള സിറ്റിംഗ് MLA-മാരായ സണ്ണി ജോസഫ്, സജീവ് ജോസഫ്, I.C. ബാലകൃഷ്ണൻ, T. സിദ്ദീഖ്, A.P. അനിൽകുമാർ, ആര്യടൻ ഷൗക്കത്ത്, സനീഷ് കുമാർ ജോസഫ്, റോജി M. ജോൺ, അൻവർ സാദത്ത്, വി.ഡി. സതീശൻ, T.J. വിനോദ്, ഉമാ തോമസ്, മാത്യു കുഴൽനാടൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ, രമേശ് ചെന്നിത്തല, C.R. മഹേഷ്, P.C. വിഷ്ണുനാഥ്, M. വിൻസെന്റ് എന്നിവർ തീർച്ചയായും മത്സര രംഗത്തുണ്ടാകണമെന്നാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. കേരളത്തിന്റെ ഭരണാധികാരം പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യത്തോടെ കടുത്ത പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് UDF നേതൃത്വം. അതിനിടയിലാണ് മന്ത്രിക്കുപ്പായ മോഹവുമായി കെ സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. UDF അണികളിൽ ഈ സാഹചര്യം വലിയ പ്രതിഷേധമാണ് സൃഷ്ടിക്കുന്നത്. ഈ സാഹചര്യത്തെ പരമാവധി രാഷ്ട്രീയായുധമാക്കി മാറ്റാനുള്ള നീക്കത്തിലാണ് ഇടതുമുന്നണി നേതൃത്വം ഇപ്പോൾ.